ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാർച്ചിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സാണ്. ഏതൊക്കെയാണ് 2025 മാർച്ചിലെ പ്രധാന കറണ്ട് അഫേഴ്സ് എന്ന് നമുക്ക് നോക്കാം. സൈബർ തട്ടിപ്പിനെതിരെ പരാതിപ്പെടാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? സൈബർ തട്ടിപ്പിനെതിരെ പരാതിപ്പെടാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930. 1930 ആണ് സൈബർ തട്ടിപ്പിനെതിരെ പരാതിപ്പെടാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ. അടുത്ത ക്വസ്റ്റ്യൻ, നാസയുടെ പരീക്ഷണ ഉപഗ്രഹവുമായി ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവം പര്യവേഷണം ചെയ്യുന്നതിനായി സ്വകാര്യ കമ്പനിയായ ഇൻറ്റ്യൂറ്റീവ് മിഷൻസ് വിക്ഷേപിച്ച ചന്ദ്ര ലാൻഡർ ഏതാണ്? അഥീനയാണ്. നാസയുടെ പരീക്ഷണ ഉപഗ്രഹവുമായി ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവം പര്യവേഷണം ചെയ്യുന്നതിനായി സ്വകാര്യ കമ്പനിയായ ഇൻറ്റ്യൂറ്റീവ് മിഷൻസ് വിക്ഷേപിച്ച ചന്ദ്ര ലാൻഡറാണ് ഇത്, അഥീന. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശിക്ഷാ സഞ്ജീവനി ബീമാ യോജന എന്ന അപകട ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. രാജസ്ഥാനിന് ഏത് പദ്ധതിയാണ് ആരംഭിച്ചിരിക്കുന്നത്? സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശിക്ഷാ സഞ്ജീവനി ബീമാ യോജന എന്ന അപകട ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം എവിടെയാണ്? INS ഗുൽദാറിലാണ്. INS ഗുൽദാറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം എവിടെയാണ്? INS ഗുൽദാറിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വ്യാപക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് കേരള ഹൈക്കോടതി അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകിയ പദ്ധതി ഏതാണ്? പുണ്യം പൂങ്കാവനം പദ്ധതി. വ്യാപക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് കേരള ഹൈക്കോടതി അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകിയ പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം പദ്ധതി. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരായ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭമാണ് ബെയ്ലി. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരായ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭമാണ് ഇത്, ബെയ്ലി. ക്ഷേത്ര ഉത്സവങ്ങളുടെ ക്ഷണക്കത്തിൽ ജാതിപ്പേര് വേണ്ട എന്ന ഉത്തരവിറക്കിയ ഹൈക്കോടതി ഏതാണ്? മദ്രാസ് ഹൈക്കോടതിയാണ്. മദ്രാസ് ഹൈക്കോടതിയാണ് ക്ഷേത്ര ഉത്സവങ്ങളുടെ ക്ഷണക്കത്തിൽ ജാതിപ്പേര് വേണ്ട എന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതിയാണ് ഇത്, മദ്രാസ് ഹൈക്കോടതി. 2024 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള 3 മാസത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര മൊത്ത ഉൽപ്പാദനത്തിൻ്റെ വളർച്ച എത്രയാണ്? 6.2%. 2024 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള 3 മാസത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയാണ്? 6.2%. 2025 മാർച്ച് 3 ഓഹരി വിപണിയിലെ നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി ചുമതലയേൽക്കുന്നതാരാണ്? തുഹിൻ കാന്ത് പാണ്ഡെ. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി ചുമതലയേൽക്കുന്നതാരാണ്? തുഹിൻ കാന്ത് പാണ്ഡെ. EPF നിക്ഷേപകർക്കുള്ള 2024-25 സാമ്പത്തിക വർഷത്തെ പലിശ നിരക്ക് എത്രയാണ്? 8.25%. EPF നിക്ഷേപങ്ങൾക്കുള്ള 2024-25 സാമ്പത്തിക വർഷത്തെ പലിശ നിരക്കാണ് 8.25%. 2025 ഫെബ്രുവരിയിൽ പരമ്പരാഗത കാർഷിക ആഘോഷമായ ലിഗാങ് ഉത്സവം ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആസാമാണ്. ഏതാഘോഷം? ലിഗാങ് എന്ന ഉത്സവം ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ആസാം. സ്കൂൾ കുട്ടികളിൽ റാഗിംഗ് പ്രവണത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത് തടയാനും ബോധവൽക്കരണത്തിനുമായി ത്രിതല സംവിധാനം രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്.
സ്കൂൾ കുട്ടികളിൽ റാഗിംഗ് പ്രവണത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത് തടയാനും ബോധവൽക്കരണത്തിനുമായി ത്രിതല സംവിധാനം രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച ഗുജറാത്ത് സാഹിത്യകാരനാണ് ആര്? അനിൽ രാമനാഥ് ജോഷി. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച ഗുജറാത്ത് സാഹിത്യകാരനാണ് അനിൽ രാമനാഥ് ജോഷി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഡയറക്ടറായി നിയമിതനായതാരാണ്? സുമൻ കുമാറാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഡയറക്ടറായി നിയമിതനായതാരാണ്? സുമൻ കുമാറാണ്. ചൊവ്വയിൽ പുരാതന കാലത്ത് കടലുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയ ചൈനയുടെ റോവർ ഏതാണ്? ഷുറോങ് റോവറാണ്. ചൊവ്വയിൽ പുരാതന കാലത്ത് കടലുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയ ചൈനയുടെ റോവറാണ് ഷുറോങ് റോവർ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒന്നും കൂടി നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. സൈബർ തട്ടിപ്പിനെതിരെ പരാതിപ്പെടാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറാണ് 1930. 1930 ആണ് സൈബർ തട്ടിപ്പിനെതിരെ പരാതിപ്പെടാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ. അദീന എന്തായിരുന്നു? നാസയുടെ പരീക്ഷണ ഉപഗ്രഹങ്ങളുമായി ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവം പര്യവേഷണം ചെയ്യുന്നതിനായി സ്വകാര്യ കമ്പനിയായ ഇൻറ്റ്യൂറ്റീവ് മെഷീൻ വിക്ഷേപിച്ച ചന്ദ്ര ലാൻഡറാണേത്? അദീന. അതുപോലെ തന്നെ രാജസ്ഥാനിലെ ഏത് പദ്ധതിയാണ് ആരംഭിച്ചത്? സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശിക്ഷാ സഞ്ജീവനി ബീമാ യോജന എന്ന അപകട ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? INS ഗുൽദാറിലാണ്. INS ഗുൽദാറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. വ്യാപക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് കേരള ഹൈക്കോടതി അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകിയ പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം പദ്ധതി. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതരായ സ്ത്രീകൾ ചേർന്ന് ആരംഭിച്ച പേപ്പർ ബാഗ് നിർമ്മാണ സംരംഭമാണ് ബെയിലി. ക്ഷേത്ര ഉത്സവങ്ങളുടെ ക്ഷണക്കത്തിൽ ജാതിപ്പേര് വേണ്ട എന്ന് ഉത്തരവിറക്കിയ ഹൈക്കോടതി ഏതാണ്? മദ്രാസ് ഹൈക്കോടതിയാണ്. 2024 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള 3 മാസത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയാണ്? 6.2%. 2025 ഫെബ്രുവരി 3 ഓഹരി വിപണിയിലെ നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാനായി ചുമതലയേൽക്കുന്നതാരാണ്? തുഹിൻ കാന്ത് പാണ്ഡെ. EPF നിക്ഷേപങ്ങൾക്കുള്ള 2024-25 സാമ്പത്തിക വർഷത്തെ പലിശ നിരക്ക് എത്രയാണ്? 8.25%. 2025 ഫെബ്രുവരിയിൽ പരമ്പരാഗത കാർഷിക ആഘോഷമായ അലി ഐ ലിഗാങ് ഉത്സവം ആഘോഷിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ആസാം. സ്കൂൾ കുട്ടികളിൽ റാഗിംഗ് പ്രവണത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത് തടയാനും ബോധവൽക്കരണത്തിനുമായി ത്രിതല സംവിധാനം രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച ഗുജറാത്ത് സാഹിത്യകാരനാണ് അനിൽ രാമനാഥ് ജോഷി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പ്ലാനിംഗ് ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഡയറക്ടറായി നിയമിതനായതാരാണ്? സുമൻ കുമാറാണ്. ചൊവ്വയിൽ പുരാതന കാലത്ത് കടലുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയ ചൈനയുടെ റോവറാണ് ഷുറോങ് റോവർ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മാർച്ചിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സാണ്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ് കാണുക. ഓക്കെ, താങ്ക് യു.